നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അമ്മേ, ആറ്റുകാലമ്മേ, ഈ വീഡിയോ കാണുന്ന ഓരോ ഭക്തന്റെയും ജീവിതത്തിൽ നീ അനുഗ്രഹം നൽകണമേ. ഈ വർഷത്തെ ആറ്റുകാൽ പൊങ്കാല വരുന്നത് മാർച്ച് 3-ാം തീയതിയാണ്. അമ്മ പറയുന്നുണ്ട്, ഈ വർഷം ചിലരുടെ ജീവിതം പൂർണ്ണമായിട്ടും മാറാൻ പോകുകയാണ് എന്നുള്ളത്. ചിലർക്ക് അവർ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത അനുഗ്രഹമായിരിക്കും ലഭിക്കുന്നത്. പക്ഷേ ചിലർക്കിത് ഒരു മുന്നറിയിപ്പും കൂടിയാണ്. ഈ വീഡിയോ നിങ്ങൾ അവസാനം വരെ കാണണം. കാരണം ഈ സന്ദേശം ചിലർക്കുള്ളത് മാത്രമാണ്. ലോകത്തിലെ ഏറ്റവും വലിയ സ്ത്രീകളുടെ ഉത്സവമാണ് പൊങ്കാല എന്ന് പറയുന്നത്. ലക്ഷക്കണക്കിന് സ്ത്രീകൾ ഒരുമിച്ച് അമ്മയ്ക്ക് പൊങ്കാല സമർപ്പിക്കുന്നു. ഈ പൊങ്കാല നടക്കുന്നത് ആറ്റുകാൽ ഭഗവതി ക്ഷേത്രം അമ്മയുടെ സാന്നിധ്യത്തിലാണ്. അമ്മ വെറും കല്ലല്ല, അമ്മ ജീവിക്കുന്നുണ്ട്, അമ്മ കാണുന്നുണ്ട്, അമ്മ കേൾക്കുന്നുണ്ട്. നിങ്ങളുടെ മനസ്സിലുള്ള ഓരോ വേദനയും അമ്മയ്ക്കറിയാം. ഈ വർഷം അമ്മ ചിലരെ തിരഞ്ഞെടുക്കാൻ പോകുന്നു എന്നുള്ളതാണ്. തീർച്ചയായിട്ടും ആറ്റുകാൽ അമ്മയ്ക്ക് പൊങ്കാല അർപ്പിക്കുന്ന ഓരോരുത്തരും അറിഞ്ഞിരിക്കേണ്ട, അല്ലെങ്കിൽ പൊങ്കാല അർപ്പിക്കാൻ ആഗ്രഹിക്കുന്ന ഓരോരുത്തരും അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുന്നത്. ഒരു പൊങ്കാലയിലൂടെ, അമ്മയ്ക്ക് നേദിക്കുന്ന ഒരു നിവേദ്യത്തിലൂടെ നിങ്ങളുടെ ജീവിതം മുഴുവൻ മാറിമറിയും. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അതിനു മുന്നേ നിങ്ങൾ പുതിയതായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ ദയവേദി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. തൊട്ടടുത്ത് തന്നെ ഒരു കുഞ്ഞു ബെല്ലൈക്കൺ ഉണ്ട്, അതോടൊന്ന് പ്രസ് ചെയ്യാം. അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ എല്ലാ വീഡിയോസിനും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. ഞാൻ ആദ്യം തന്നെ ചില ലക്ഷണങ്ങൾ പറയാം. അമ്മ തിരഞ്ഞെടുത്തവരുടെ ലക്ഷണങ്ങളാണിത്. അടുത്തിടെ നിങ്ങൾക്ക് ആറ്റുകാൽ അമ്മയെ സ്വപ്നം കാണാൻ സാധിച്ചിട്ടുണ്ടോ? നിങ്ങൾക്ക് അപ്രതീക്ഷിതമായിട്ട് പൊങ്കാല ഇടണം എന്ന ആഗ്രഹം നിങ്ങളുടെ മനസ്സിൽ വന്നിട്ടുണ്ടോ? നിങ്ങൾ ഈ വീഡിയോ കാണാൻ വന്നത് യാദൃശ്ചികമല്ലെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ അമ്മ നിങ്ങളെ വിളിക്കുന്നു എന്ന ആ സത്യം നിങ്ങൾ തിരിച്ചറിയുക. അമ്മ നിങ്ങളെ തിരഞ്ഞെടുത്തിരിക്കുകയാണ്. ഈ വർഷത്തെ ആറ്റുകാൽ പൊങ്കാലയ്ക്ക് ശേഷം ചിലരുടെ ജീവിതത്തിൽ സാമ്പത്തിക പ്രശ്നങ്ങൾ അവസാനിക്കാൻ പോവുകയാണ്. രോഗദുരിതങ്ങളാൽ വലയുന്നവർക്ക് അമ്മ ആ രോഗങ്ങൾ മാറ്റിത്തരും. വിവാഹം നടക്കാൻ ബുദ്ധിമുട്ടുന്നവര്, വിവാഹകാര്യങ്ങളിൽ തടസ്സം നേരിടുന്നവര് ഒക്കെയും വിവാഹം നടക്കാനായിട്ട് അമ്മ അനുഗ്രഹിക്കും. സന്താനഭാഗ്യം ലഭിക്കാത്തവർക്ക് അമ്മ സന്താനം നൽകി അനുഗ്രഹിക്കും. ശത്രുക്കളെ ഇല്ലായ്മ ചെയ്യും. നിങ്ങൾ ഏറെ നാളായിട്ട് കരഞ്ഞു പ്രാർത്ഥിച്ച കാര്യം അമ്മ ഇപ്പോൾ നൽകാൻ തയ്യാറാണ്. പക്ഷേ അമ്മ പറയുന്നുണ്ട്, ചിലർക്ക് ചിലരുടെ ചുറ്റും നെഗറ്റീവ് എനർജി ഉണ്ട്. ചിലർ നിങ്ങളെ ചതിക്കാൻ ശ്രമിക്കുന്നുണ്ട്, ചിലർ നിങ്ങളെ അസൂയപ്പെടുന്നുണ്ട്. പക്ഷേ ഭയപ്പെടേണ്ട, അമ്മ നിങ്ങളുടെ കൂടെയുണ്ട്. പൊങ്കാല ദിവസം അമ്മ നിങ്ങളുടെ എല്ലാ ദോഷങ്ങളും നീക്കും. ഈ വർഷം പൊങ്കാല ദിവസം നിങ്ങൾ ചെയ്യേണ്ടതായിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. അമ്മയെ മനസ്സിൽ ധ്യാനിക്കുക, നിങ്ങളുടെ ആഗ്രഹം പറയുക, അമ്മയ്ക്ക് നന്ദി പറയുക. ഇത് ചെയ്താൽ അമ്മ നിങ്ങളുടെ ജീവിതം മാറ്റും. ഈ വീഡിയോ നിങ്ങൾ കാണുന്നത് ഒരിക്കലും യാദൃശ്ചികമല്ല. അമ്മ തന്നെയാണ് നിങ്ങളെ ഇവിടെ എത്തിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ചില സത്യങ്ങൾ നിങ്ങൾ അറിയേണ്ടതായിട്ടുണ്ട്. പൊങ്കാല എന്ന് പറയുന്നത് വെറും ഒരു പായസം പാകം ചെയ്യൽ മാത്രമല്ല, അത് ഒരു ആത്മസമർപ്പണമാണ്. അത് ഒരു സ്ത്രീ ശക്തിയുടെ ഉണർവാണ്. അമ്മയ്ക്ക് മുൻപിൽ സ്ത്രീകൾ അവരുടെ വേദനയും പ്രതീക്ഷയും സമർപ്പിക്കുന്നു എന്നുള്ളതാണ് സത്യം. പൊങ്കാല ദിവസം നമ്മൾ അഗ്നി നമ്മുടെ കർമ്മദോഷങ്ങളെ ദഹിപ്പിക്കാനാണ് ഉപയോഗിക്കുന്നത്. അരി സമൃദ്ധിയെയാണ് സൂചിപ്പിക്കുന്നത്. തേങ്ങ സമർപ്പണമാണ്. ശർക്കര മധുരമുള്ള ജീവിതമാണ്. അമ്മ അന്ന് നമ്മുടെ ഏറ്റവും അടുത്ത് വരുന്നു എന്നുള്ളതാണ്. ഓരോ ഭക്തരുടെയും ഉള്ളിലാണ് അമ്മ വസിക്കുന്നത്. ആ അമ്മ നിങ്ങൾക്ക് അനുഗ്രഹം ചൊരിയുന്ന ദിവസമാണ് ആറ്റുകാൽ പൊങ്കാല ദിവസം എന്ന് പറയുന്നത്. ഇനി അടുത്തതായിട്ട് ആരൊക്കെ പൊങ്കാല ഇടണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ സ്ത്രീകൾ നിർബന്ധമായിട്ടും പൊങ്കാല ഇടണം. അതായത് ഏറ്റവും ആദ്യം പറയുന്നത്, ഏറെ നാളായിട്ട് പ്രാർത്ഥിച്ചിട്ടും ഫലം കിട്ടാത്ത ആളുകൾ. അതായത് നിങ്ങളുടെ മനസ്സിൽ കുറെ നാളുകളായിട്ട് ഒരു ആഗ്രഹമുണ്ട്, നിങ്ങൾ ഒരു കാര്യത്തിനായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട്. പക്ഷേ എന്തൊക്കെയോ തടസ്സങ്ങൾ കൊണ്ട് എന്ത് ചെയ്തിട്ടും നിങ്ങൾക്ക് ആ ഒരു ലക്ഷ്യത്തിലേക്ക് അല്ലെങ്കിൽ ആ ഒരു ആഗ്രഹത്തിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുന്നില്ല. നിങ്ങളുടെ ആ ഒരു കാര്യം നടക്കുന്നില്ല. അങ്ങനെയുള്ളവർ നിർബന്ധമായിട്ടും ഈ വർഷത്തെ ആറ്റുകാൽ പൊങ്കാല അമ്മയ്ക്ക് സമർപ്പിക്കുക. തീർച്ചയായിട്ടും നിങ്ങളുടെ ആ ഒരു ആഗ്രഹം, ആ ഒരു കാര്യം നടന്നു കിട്ടും. ഇനി രണ്ടാമതായിട്ട്, വിവാഹം വൈകുന്ന പെൺകുട്ടികൾ ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള ആളുകൾ ഈ വർഷത്തെ പൊങ്കാല സമർപ്പിക്കുക. ഈ വിവാഹത്തിന് തടസ്സം നേരിടുന്ന ആളുകൾക്ക്, അല്ലെങ്കിൽ വിവാഹഭാഗ്യം തേടി വരാത്ത പെൺകുട്ടികൾക്കൊക്കെയും പൊങ്കാല സമർപ്പിക്കുന്നതോടുകൂടി അമ്മ സമ്മാനിക്കുന്നത് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള, ഏറ്റവും ഉത്തമമായിട്ടുള്ള ഒരു കുടുംബജീവിതമാണ്, ഒരു വിവാഹമാണ്, ഒരു പങ്കാളിയെയാണ്. ഇനി മൂന്നാമതായിട്ട്, സന്താനഭാഗ്യം ആഗ്രഹിക്കുന്നവർ.
വർഷങ്ങളായിട്ട് ചികിത്സ നടത്തുന്നു, പ്രതീക്ഷയും നിരാശയും മാത്രം. ഓരോ മാസം കഴിയും തോറും വിഷമം കൂടിക്കൂടി വരികയാണ്. ഇത്തരം സ്ത്രീകൾക്ക് പൊങ്കാല വലിയ ആത്മീയ ആശ്വാസമാണ്. അമ്മ മാതൃരൂപമാണ്. അമ്മയുടെ അനുഗ്രഹം ലഭിച്ചാൽ അസാധ്യം പോലും സാധ്യമാകും എന്നാണ് വിശ്വാസം. പൊങ്കാല പായസം പാകം ചെയ്യുമ്പോൾ അമ്മയെ കുഞ്ഞിനെ പോലെ മനസ്സിൽ കാണുക. ഇനി നാലാമതായിട്ട് സാമ്പത്തിക പ്രതിസന്ധിയുള്ളവരാണ്. കടബാധ്യത, വരുമാനമില്ല, പണം വന്നാലും നിൽക്കാത്ത ഒരു അവസ്ഥ, അത് ഒരുപക്ഷെ സ്ഥിരഭാഗ്യ തടസ്സത്തെയായിരിക്കാം കാണിക്കുന്നത്. ഇങ്ങനെയുള്ളവർ അമ്മയ്ക്ക് പൊങ്കാല സമർപ്പിച്ചാൽ സാമ്പത്തിക വഴികൾ തുറക്കപ്പെടും. ഇനി അഞ്ചാമതായിട്ട് കുടുംബ സമാധാനമില്ലാത്തവര്. വീട്ടിലെപ്പോഴും തർക്കമാണ്, തെറ്റിദ്ധാരണകളാണ്, പരസ്പരം അസൂയയാണ്, മനസ്സിലാക്കാത്ത ഭർത്താവ് അല്ലെങ്കിൽ ബന്ധുക്കളാണ്. ഇത് ചിലപ്പോൾ നെഗറ്റീവ് വൈബ്രേഷൻ കാരണമാകാം. പൊങ്കാല ദിവസം അമ്മ കുടുംബദേവതയായി അനുഗ്രഹിക്കും. പൊങ്കാലയിടുമ്പോൾ എൻ്റെ വീട്ടിൽ സമാധാനം തരണമേ എന്ന് പ്രാർത്ഥിക്കുക. ഇനി ആറാമതായിട്ട് ആരോഗ്യ പ്രശ്നങ്ങളാൽ വേദനിക്കുന്ന ആളുകൾ. ചികിത്സയുണ്ടെങ്കിലും പൂർണ്ണ ശാന്തി ലഭിക്കാത്ത ഒരു സാഹചര്യം, വീണ്ടും വീണ്ടും രോഗം വരുന്ന ഒരു സാഹചര്യം. അമ്മ ചികിത്സയ്ക്ക് പകരമല്ല, പക്ഷെ അമ്മ ആത്മബലം നൽകും. ആത്മബലം കിട്ടിയാൽ ശരീരം പ്രതികരിക്കും. പൊങ്കാല ആത്മീയ ശക്തി നൽകും എന്നതാണ്. ഇനി ഏഴാമതായിട്ട് അമ്മയെ സ്വപ്നം കണ്ട ആളുകളാണ്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ലക്ഷണമാണ്. നിങ്ങൾ അമ്മയുടെ ക്ഷേത്രം സ്വപ്നം കണ്ടിട്ടുണ്ടോ? അഗ്നി സ്വപ്നത്തിൽ കണ്ടിട്ടുണ്ടോ? ചുവപ്പ് സാരി ധരിച്ച ദേവിയെ സ്വപ്നം കണ്ടിട്ടുണ്ടോ? എങ്കിൽ ഇതൊരു വിളിയാണ്. അമ്മ നിങ്ങളെ വിളിക്കുന്നു. ഈ വർഷം പൊങ്കാല ഒഴിവാക്കരുത്. ഇനി എട്ടാമതായിട്ട് തുടർച്ചയായിട്ട് ദുരഭിമാനം അല്ലെങ്കിൽ ദോഷം അനുഭവിക്കുന്ന ആളുകളാണ്. ജോലി കിട്ടാതെ പോകുന്നു, ആളുകളുടെ ചതിയിൽ പെട്ടുപോകുന്നു, ചതിക്കപ്പെടുന്നു, എല്ലാം ശരിയായിട്ട് പോകുമ്പോൾ ഒടുവിൽ ഒരു തകർച്ച വരുന്നു. ഇത് ദൃഷ്ടിദോഷം അല്ലെങ്കിൽ കർമ്മ തടസ്സമാകാം. പൊങ്കാല അഗ്നി നിങ്ങളുടെ ചുറ്റുമുള്ള നെഗറ്റീവ് ശക്തിയെ ദഹിപ്പിക്കും എന്നുള്ളതാണ്. ഇനി ഒൻപതാമത്തെ ആളുകൾ എന്ന് പറയുന്നത് മനസ്സിൽ ഭാരം വഹിക്കുന്ന സ്ത്രീകളാണ്. ചിലർക്ക് പുറത്തുനിന്ന് എല്ലാം നന്നായിരിക്കും, പക്ഷെ ഉള്ളിൽ വിഷാദം, ഒറ്റപ്പെടൽ, കരച്ചിൽ ഇതൊക്കെയും ഉണ്ടാകാം. ഇത്തരം സ്ത്രീകൾക്ക് പൊങ്കാല ആത്മശാന്തി നൽകും. അമ്മയുടെ മുൻപിൽ കരയുന്നത് ബലഹീനതയല്ല, അത് ശുദ്ധീകരണമാണ്. പത്താമതായിട്ട് ജീവിതത്തിൽ ഒരു വലിയ തീരുമാനത്തിന് മുൻപുള്ളവര്, അതായത് ഒരു വിവാഹ തീരുമാനം, ജോലി മാറ്റം, വിദേശയാത്ര, പുതിയ ബിസിനസ് തുടങ്ങുന്നവര്. ഇത്തരം വലിയ തീരുമാനങ്ങൾക്ക് മുമ്പ് അമ്മയുടെ നടയിൽ പോയിട്ട് പൊങ്കാല സമർപ്പിക്കുന്നത് ഏറ്റവും നല്ലതാണ്. അമ്മ ഉറപ്പായിട്ടും നിങ്ങൾക്ക് നല്ല ഒരു വഴി തന്നെ കാട്ടിത്തരും. നിങ്ങൾ ഇതിൽ ഏതെങ്കിലും വിഭാഗത്തിൽ പെടുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ ഇത് യാദൃശ്ചികമല്ല. അമ്മ നിങ്ങളെ വിളിക്കുന്നുണ്ട്. ഈ വർഷം നിങ്ങൾ പൊങ്കാല ഒഴിവാക്കരുത്. അമ്മയുടെ മുൻപിൽ പൊങ്കാല സമർപ്പിക്കുക. നിങ്ങളുടെ വേദന, നിങ്ങളുടെ കണ്ണുനീർ, നിങ്ങളുടെ പ്രതീക്ഷ അത് അമ്മ ഏറ്റെടുക്കും. ആ ഒരു സത്യത്തെ നിങ്ങൾ തിരിച്ചറിയുക. അതോടൊപ്പം തന്നെ എല്ലാവർക്കും ആറ്റുകാൽ അമ്മയുടെ നടയിൽ പോയിട്ട് അല്ലെങ്കിൽ ആ ഒരു പരിസരത്തായിട്ട് പൊങ്കാലയിടാൻ സാധിച്ചു എന്ന് വരില്ല. ഈ ഒരു സമയത്ത് അവിടെ ഭയങ്കര തിരക്കായിരിക്കും. അപ്പോൾ അതിൻ്റെതായിട്ടുള്ള റെസ്ട്രിക്ഷൻസും കാര്യങ്ങളും ഉണ്ടാകാം. എല്ലാവർക്കും അവിടെ ചെന്നെത്താൻ സാധിച്ചു എന്ന് വരില്ല. അതുപോലെ തന്നെ ക്ഷേത്രമുറ്റത്ത് മാത്രമല്ല, ഒരുപാട് ദൂരം വരെ അതിനുള്ള ഫെസിലിറ്റീസ് അവൈലബിൾ ആണ്. അപ്പോൾ സാധിക്കുന്നവർ ആ ഒരു ക്ഷേത്ര പരിസരത്തും അതുപോലെ തന്നെ തിരുവനന്തപുരത്ത് തന്നെ പോയിട്ട് ഇടാനായിട്ട് ശ്രമിക്കുക. ഇനി അതിന് സാധിക്കാത്ത ആൾക്കാർക്ക് വീട്ടിലും പൊങ്കാല സമർപ്പിക്കാവുന്നതാണ്. അതിന് യാതൊരു തടസ്സവുമില്ല. നമ്മൾ ശരിയായിട്ടുള്ള രീതിയിൽ വീട്ടിൽ പൊങ്കാല സമർപ്പിച്ചു കഴിഞ്ഞാലും അമ്മയുടെ സാന്നിധ്യം അവിടെ ഉണ്ടാകും. അമ്മ ആ പൊങ്കാല പ്രസാദം സ്വീകരിക്കും. നിങ്ങൾക്ക് എല്ലാവിധത്തിലുള്ള അനുഗ്രഹങ്ങളും സമ്മാനിക്കുകയും ചെയ്യും. അപ്പോൾ വീട്ടിൽ പൊങ്കാല ഇടുന്നതിന് ശരിയായിട്ടുള്ള കൃത്യമായിട്ടുള്ള ഒരു രീതിയുണ്ട്. അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ അടുത്തതായിട്ട് ചെയ്യുന്നതായിരിക്കും. എല്ലാവർക്കും പൊങ്കാല ഇടാനുള്ള ആ ഒരു മഹാഭാഗ്യം ഉണ്ടാവട്ടെ. അമ്മ എല്ലാവരുടെയും ആഗ്രഹങ്ങൾ സാധിച്ചു തരട്ടെ. നമുക്കെല്ലാവർക്കും അമ്മയുടെ കാൽക്കൽ ഒരു പ്രാർത്ഥന എന്ന പോലെ ആറ്റുകാൽ അമ്മയെ രക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. ആ പ്രാർത്ഥന എല്ലാവരും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ കുറച്ചു പേർക്കെങ്കിലും ഉപകാരപ്രദമായി കാണും എന്ന് വിശ്വസിക്കുന്നു. ഇതുപോലുള്ള അറിവുകൾക്കായിട്ട് നമ്മുടെ ഈ ഒരു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും മറക്കരുത്. നന്ദി.